അപ്പോൾ കുറേ നാൾക്ക് ശേഷം റിവ്യൂ പറയാം എന്ന് വിചാരിച്ച് വീഡിയോ എടുക്കുന്നത്. വലിയ ഗ്യാപ്പാണ്. ഞാൻ കോളേജിൽ എക്സാമും തിരക്കൊക്കെ ആയതുകൊണ്ട് ആട് തെറിയായിരുന്നു അവസാനം ഞാൻ റിവ്യൂ ഇട്ടൊരു വീഡിയോ. അതിനുശേഷം പിന്നെ സിനിമകളെ കണ്ടിട്ടില്ല. പിന്നെ വാഴ 2 ഒക്കെ കണ്ടു. പക്ഷെ അതൊക്കെ പടം ഇറങ്ങിയിട്ട് 2ാമത്തെ ആഴ്ചയാണ് കാണുന്നത്. എക്സാമും തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ടും സിനിമകൾ കണ്ടു. ഹീമാൻ കണ്ടു, 4DX കണ്ടു. ചിലപ്പോൾ മേ ബി ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടും. ബാക്ക് റൂംസ് കണ്ടു, ഒബ്സഷനൊക്കെ കണ്ടു. പക്ഷെ അതൊക്കെ കുറേ നാൾക്ക് ശേഷം കാണുന്നത്. പിന്നെ തോന്നി വീഡിയോ ഇടണ്ടാന്ന്. ഇന്ന് ഞാൻ ഫസ്റ്റ് ഡേ ബാലൻ കാണാൻ ചെന്നു. പടം ഞാൻ ആക്ച്വലി ജെനുവിൻലി എനിക്ക് ഈ പടം ആദ്യം കാണണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു അവാർഡ് പടമാണ്. ഓക്കെ, ചിദംബരമാണ് ഡയറക്ടർ നോക്കി. ചിദംബരം ഓക്കെ, മനസ്സിലായി. ജാനേമൻ, മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഡയറക്ട് ചെയ്ത വ്യക്തിയാണ്, ഗണപതിയുടെ ബ്രദർ. ബട്ട് സ്റ്റിൽ കാണണ്ടെന്ന് വിചാരിച്ചതാണ്. അവാർഡ് ടൈപ്പ് പടങ്ങളോട് എനിക്ക് പൊതുവെ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴാണ് ഓക്കെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. പിന്നെ ഞാൻ മനസ്സിലായി എഴുതിയത് ജിത്തു മാധവൻ എഴുതിയ കഥയാണ്. അതായത് നമ്മുടെ രോമാഞ്ചം, പൈങ്കിളി, ആവേശം. ഡയറക്ടർ പൈങ്കിളി പുള്ളിക്കാരൻ എഴുതിയതാണ്. പിന്നെ മനസ്സിലായി സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കാണെന്ന്. അപ്പോൾ ട്രെയിലർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പോരാത്തതിന് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലാണ് ട്രെയിലർ. അപ്പം മനസ്സിലായി പടം ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലെ പടമാണ്. ഫ്ലാറ്റ് പടങ്ങളോട് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമുണ്ട്. അങ്ങനെയാണ് പടം ഫസ്റ്റ് ഡേ. ഇന്ന് പടം PVR ഇവിടെ കൊച്ചി ഫോറം മാൾ PXL കണ്ടു. സിനിമ പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര നല്ല സിനിമ. ഞാൻ തിയേറ്റർ എക്സ്പീരിയൻസ് സെപ്പറേറ്റ് പറയാം. സിനിമ കൊള്ളാടാ, കിടിലം പടം. ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. പോയി കാണാം. പെർഫോമൻസ് എനിക്ക് എല്ലാവരും കൊള്ളാം. ടോവിനോ തോമസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഓരോ ഫിലിമിൻ്റെ റിസൾട്ട് എന്തായിക്കോട്ടെ, പക്ഷേ ആൾക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ്, ആൾ പ്രസൻറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആളിൻ്റെ ഗ്രാഫ് മേലോട്ടാണ്. ഇപ്പോൾ റീസെൻ്റ്ലി അതിരടി കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ സ്ലാങ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രം സ്ലാങ്ങിലാണ് പുള്ളിക്കാരൻ പോകുന്നത് അതിരടിയിൽ. അല്ലെങ്കിൽ മറ്റേ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അയ്യോ ആ പടത്തിൻ്റെ പേരെ മറന്നുപോയി, കള്ളൻ, 3 ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ട് മണിയൻ എന്ന് പറഞ്ഞ കഥാപാത്രം, അതിൻ്റെ സ്ലാങ് ശ്രദ്ധിച്ചാൽ ടോവിനോ തോമസ് ഭയങ്കര രസമായിട്ട് സ്ലാങ് കൊണ്ടുപോകും. ഞാൻ മമ്മൂട്ടിയിലത് കണ്ടിട്ടുള്ളത്. പിന്നെ റീസെൻ്റ് വേറെ ആക്ടേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. ടോവിനോ തോമസ് സ്ലാങ് നല്ലോണം പിടിച്ച് ചെയ്യാൻ പറ്റുന്ന ആക്ടറാണ്. ഇതിലതുപോലെ തന്നെ ഒരു ലുക്കിലായാലും പെർഫോമൻസിലായാലും നല്ല രസമാണ് ടോവിനോ തോമസ്. ഡേ ബൈ ഡേ അയാളുടെ ആസ് എൻ ആക്ടർ ഒരു മേലോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് ഇതിൽ അഭിനയിച്ചേക്കുന്ന ചെക്കൻ, എനിക്ക് അയാളുടെ പേര് എനിക്കറിയില്ല, മറന്നുപോയി. പിന്നെ അമ്മയുടെ കഥാപാത്രം ചെയ്തത് തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഞാൻ കേട്ടത്. പിന്നെ ലാൽ ജൂനിയർ പവിത്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നത്, ഒരു പോലീസുകാരൻ്റെ. കിടിലനാ. അതിൽ ഇയാൾ 2 ഗെറ്റപ്പിലാണ് വരുന്നത്. ഒന്ന് ഒരു കാലഘട്ടം കാണിച്ചിട്ട് ഒരു 5-6 കൊല്ലത്തിന് ശേഷമുള്ളൊരു കാലഘട്ടം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഫേസ് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ഒരു ചിന്ത. ആളെ കാണിച്ച ആദ്യ ടൈമിൽ ഈ മുഖം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പിന്നീട് പുതിയൊരു ഗെറ്റപ്പിലാണ് അടുത്തൊരു കാലഘട്ടത്തിൽ ഒരു ഗെറ്റപ്പിൽ കാണിച്ചപ്പോഴാണ് ഓക്കെ ലാലിൻ്റെ മോനാണ്. അതേപോലെ എനിക്ക് എഡിറ്റോ കിടിലം പെർഫോമൻസാണ്. പിന്നെ മറ്റേ അമ്മച്ചിയുടെ ക്യാരക്ടർ, അതിൽ ട്രെയിലറിലൊക്കെ ഉണ്ടല്ലോ ഒരു അമ്മച്ചി തോക്ക് പിടിച്ചിരിക്കുന്നത്, രസമാണ്, ഭയങ്കര രസമാണ്. എനിക്ക് പുള്ളിക്കാരുടെ ക്യാരക്ടർ വന്നപ്പോഴാണ് പടം കുറച്ചും കൂടി ഒരു കോമഡി ആയിരുന്നു. കോമഡി എന്ന് പറഞ്ഞാൽ ആ പടത്തിന് മീറ്റർ എന്താണോ അതിലേക്ക് തന്നെ പോകുന്നുണ്ട്, ബട്ട് കുറച്ചും കൂടി ഒരു ഫണ്ണായി മാറിയത്. എനിക്ക് പേഴ്സണലി പടം സെക്കൻഡ് ഹാഫിലൊരു വലിച്ചിൽ വന്നു. ഫസ്റ്റ് ഹാഫ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും തീർന്നു. സെക്കൻഡ് ഹാഫിൽ വരുന്നൊരു എവിടെയോ ചെറിയൊരു വലിച്ചിൽ തോന്നി, ഒരു ലാഗ് തോന്നി, ചെറിയൊരു ലാഗ്. അതെനിക്ക് മാത്രം തോന്നിയതാണ്. ഇപ്പോൾ ഇൻ്റർവെൽ ടൈമിൽ പേഴ്സണലി ഇപ്പോൾ എൻ്റെ കാര്യം പറയുന്നത്, ഞാൻ ഇൻ്റർവെൽ സമയത്ത് ഫ്രണ്ടിലിരിക്കുന്ന കുറച്ച് ടീംസ് പറഞ്ഞു, അവരുടെ ഫ്രണ്ട്സിനോട് പറയണ്ടായി, എടാ നീ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കണ്ടായി. ഓക്കെ, അതിപ്പോൾ എല്ലാം പടം ഒരേപോലെ ആയിരിക്കില്ല ഓരോരുത്തർക്ക്. ഫസ്റ്റ് ഹാഫ് എനിക്ക് പേഴ്സണലി ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫാണ് ചെറിയ വലിച്ചില്ല, വലിയ ബോറടിയൊന്നും പറയുന്നില്ല, ചെറിയൊരു വലിച്ചിലുണ്ട്. പിന്നെ പടം ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോൾ രസമാടാ, നല്ല ക്ലൈമാക്സ്. പടം കണ്ടു കഴിഞ്ഞതും ഭയങ്കര സാറ്റിസ്ഫൈഡ്. എനിക്ക് കണ്ടത് എവിടെയാണ്? PXL ഫോറം മാൾ PXL എടുത്തു. ഈ പടം ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ പടമാണ്. അപ്പോൾ ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രീനുകളിൽ കാണുന്നതാണ് നല്ലത്. ഇപ്പോൾ എറണാകുളത്തിലാണ് നോക്കിക്കഴിഞ്ഞാൽ ലുലുവിൽ സ്ക്രീൻ 2, സ്ക്രീൻ 3, PVR ലുലു എടപ്പള്ളി ഉണ്ടല്ലോ, സ്ക്രീൻ 2, സ്ക്രീൻ 3 ഫ്ലാറ്റ് സ്ക്രീനുകളാണ്, ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീനുകളാണ്. പടം പ്രോപ്പറായിട്ട് കാണണമെങ്കിൽ ആ എടുത്ത രീതിയിൽ ഫുൾ സ്ക്രീനിൽ ഫിറ്റായി കാണണമെങ്കിൽ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ആയിട്ടുള്ള സ്ക്രീനുകൾ എടുക്കാം.
പിന്നെ ഫോറമാൾ PXL ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. PXL ഉച്ചക്ക് 1:20 ഷോ ആയിരുന്നു. രാവിലെ ഉണ്ടായിരുന്നു 10 മണിക്ക്, പക്ഷെ അത് കാസ്റ്റ് ആൻഡ് ക്രൂവിന് വേണ്ടിയുള്ള ഷോ ആയിരുന്നു. ഇന്ന് മോർണിംഗ് 10 o'clock നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അഭിനയിച്ചിരിക്കുന്നവരും വർക്ക് ചെയ്തവർക്കും വേണ്ടിയുള്ള സ്പെഷ്യൽ ഷോ ആയിരുന്നു. ഇന്ന് മോർണിംഗും ഇന്നലെ നൈറ്റും ഉണ്ടായി. പിന്നെ ഉച്ചയ്ക്ക് 1:20 ഷോ പോയി, പടം കണ്ടു. എന്തായാലും ഇപ്പോൾ ഈ വ്യക്തികളുണ്ട്, ഇപ്പോൾ സുഷിൻ ശ്യാം ആയാലും കിടിലൻ മ്യൂസിക്. ഞാൻ പറയാൻ പറഞ്ഞു, മ്യൂസിക്, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ട് ഡിസൈനിങ്ങൊക്കെ കിടിലനാണ്. ഞാൻ ഈ പേരുകൾ കണ്ടപ്പോഴാണ് പിന്നെ ഓക്കെ കാണാം എന്ന് തോന്നിയത്. ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് പടം ആദ്യം കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ ഓക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. വർക്ക് ചെയ്തവർ, എഴുതിയവർ, ഞാൻ പറഞ്ഞവർ ജിത്തു മാധവൻ, മ്യൂസിക് ചെയ്യുന്ന സുഷിൻ ശ്യാമൊക്കെ എത്ര നാൾ ശേഷമാണ് വലിയൊരു ബ്രേക്ക് ഒന്നും എടുത്തതല്ലേ. അങ്ങനെ കാണാൻ പോയതാ. നല്ല റിസൾട്ട്. എന്തായാലും നഷ്ടം തോന്നി. എനിക്ക് എത്രയാ 210 രൂപ എങ്ങനെയാണ് PXL. വേർത്തായിരുന്നു. ഒന്നെങ്കിൽ ഫ്ലാറ്റ് സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. ഇപ്പം വനിത വിനീതയൊക്കെ പടം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്ന വനിത വിനീതയിലാണ്. പക്ഷേ ഈ പടം എടുത്ത രീതിയിൽ പ്രോപ്പറായിട്ട് കാണണമെങ്കിൽ വനിത വിനീത സ്കോപ്പ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീനുകളാണ് 4 അതിൽ ഈ പടം വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 2 സൈഡിൽ ബ്ലാക്ക് ബാർസ് ഉണ്ടാവും, അങ്ങനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ പടം ക്രോപ്പ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരാം. ഇത് എടുത്ത രീതി പ്രോപ്പർ കാണണമെങ്കിൽ ഫ്ലാറ്റ് സ്ക്രീനുകൾ എടുക്കുക. അതായത് ലുലുവിൽ സ്ക്രീൻ 1, സ്ക്രീൻ 2, ലുലുവിലെ PVR, സ്ക്രീൻ 2, സ്ക്രീൻ 3, അതായത് OD2, OD3. പിന്നെ വൈറ്റില ഫോറം മാളിലെ സ്ക്രീൻ 1, സ്ക്രീൻ 4, സ്ക്രീൻ 6. സ്ക്രീൻ 4 ആണ് PXL കാണാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ തൃശ്ശൂരിലൊക്കെ ഉണ്ട്, എപ്പിക്കിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പടം. പിന്നെ എനിക്ക് ഇവിടെ തൃശ്ശൂരിലും പോകാൻ കുറച്ചും കൂടി ചടങ്ങാണ്. വളരെ നേരത്തെ ഇറങ്ങണ യാത്രയുണ്ട്. ഇവിടെ വൈറ്റിൽ വരുമ്പോൾ വലിയ ഇഷ്യൂ ഇല്ല. അങ്ങനെ PXL പടം കണ്ടത്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. PXL നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇതാണ് എനിക്കിപ്പോൾ തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. പടം കണ്ടിട്ട് കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പം തന്നെ 7 മിനിറ്റോളമായി. എനിവേസ് ഞാൻ ഹാപ്പി, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അത്രേ ഉള്ളൂ. ബാലൻ.